നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്കൊരു പ്രോഫിറ്റ് നിലനിൽക്കാൻ വേണ്ടി സാധിക്കാം. അതുമായിട്ട് നിഫ്റ്റിയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നതാണ്. നിഫ്റ്റിയെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. കാരണം നിഫ്റ്റി ആയാലും ഓരോ ദിവസത്തെ ഒരു ഓപ്പണിംഗ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ്, ഇതേ രീതിയിലാണ് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ക്ലോസ് ചെയ്തു, അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് അപ്പ്, അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് ഡൗൺ, അതിനുശേഷം വരും ദിവസങ്ങളിലായാലും ചിലപ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കാം, ചിലപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക, ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. ഇൻട്രാഡേയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. നമ്മളെപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നിഫ്റ്റിയിലായാലും നൽകും. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇന്ന് നൽകിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് നോക്കുക, 24,340. ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ നോക്കുക, നിഫ്റ്റിയുടെ ഒരു ഹൈ എത്രയാണെന്ന് നോക്കുക, 24,340.50. ഇപ്പൊ എപ്പോഴും റൈറ്റ് ഒരു റെസിസ്റ്റൻസ് നൽകുന്നതിന്റെ ഒരു പവർ മനസ്സിലാക്കുക. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യും. ഇന്നത്തെയിലും മൊമെന്റം ഓപ്പൺ ചെയ്യുന്നത് 250, അതുപോലെ തന്നെ 180, 195 സപ്പോർട്ടിന് ഇടയിലായിരുന്നു. അതിനുശേഷം 195 സപ്പോർട്ട് സഡൻ ആയിട്ടായിരുന്നു ബ്രേക്ക് ചെയ്തിരുന്നത്. പക്ഷെ ലോവർ ലെവലിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ബൗൺസ് മാർക്കറ്റിൽ വന്നു. സഡൻ ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു, വോളറ്റൈൽ ആയിരുന്നു. ട്രെൻഡ് നെഗറ്റീവ് ആയിരുന്നു. ഇന്നത്തെ ഇൻട്രാഡേ ട്രെൻഡ് നെഗറ്റീവ് ആയിരുന്നു, ബട്ട് വോളറ്റൈൽ ആയിരുന്നു. അപ്പൊ നിഫ്റ്റിനെയും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഈ ഒരു ട്രെൻഡ് അത് എങ്ങനെ മാനേജ് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റിയിലും ഒരു കറണ്ട് ട്രെൻഡ് ഇപ്പം ഇന്ന് നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ്, ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിക്ക് ഒരു ഇൻട്രാഡേയിലെ ബൗൺസ് മുകളിലേക്ക് വീണ്ടും സാധ്യതയുണ്ട്. അടുത്ത റെസിസ്റ്റൻസ് വരെ സാധ്യതയുണ്ട്. പക്ഷെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഇതെങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് നോക്കാം. നമുക്ക് ലോവർ ലെവൽ സപ്പോർട്ട് നോക്കാം. ലോവർ ലെവലിൽ ഈ ഒരു ട്രെൻഡ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു ആള് മാർക്കറ്റിൽ കിട്ടും. 23.85, സോറി, 24,160 തൊട്ട് താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. 24,085 സപ്പോർട്ട്, ഇതാണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ 24,020, അതിനുശേഷം 23,970. ഇമ്പോർട്ടന്റ് സപ്പോർട്ട് 175, 105 അടുത്താണ്. 23,875, 805. ഇൻ കേസ് ഗ്യാപ് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 305 ഒരു മുകളിൽ നിലനിൽക്കുമ്പോഴാണ് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. 305 മുകളിലല്ല, 340 തന്നെ നിലനിൽക്കണം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, 305 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. പ്രോഫിറ്റ് ബുക്കിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് 24,160 മുകളിൽ നിലനിർത്തിയാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെങ്കിലും റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ ശ്രമിക്കുക. കാരണം 160 മുകളിലായാലും വലിയൊരു മൊമെന്റം മാർക്കറ്റിന് കിട്ടില്ല. ഇനി 340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ സ്റ്റോപ്പ് ലോസ് 305 മാക്സിമം സ്റ്റോപ്പ് ലോസ് 305. 305 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇതേ രീതിയിൽ മാനേജ് ചെയ്താൽ റൈറ്റ് ട്രെൻഡ് നിലനിർത്താൻ സാധിക്കും. 24,420 ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 450. 450 അടുത്തുനിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. 420 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ്. അതിനുശേഷം 580, 600 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ്. ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. 340, അതുപോലെ തന്നെ 450, 600, 24,600, ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ്. ലോവർ ലെവലായാലും ഈ ഒരു ലെവലൊക്കെ ഓപ്പണിങ് കുറച്ചൊരു വീക്ക്നെസ് ആണ്. 23,800 ഈ ലെവലൊക്കെ ഓപ്പൺ ചെയ്താൽ 23,800ത്തേക്ക് ക്വിക്കായിട്ട് എത്തും. അപ്പോൾ ഒരു ദിവസങ്ങളായാലും റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക.
ഇന്നത്തെ ഈ ഒരു സപ്പോർട്ട് നോക്കി 24,085 എന്ന് പറയുന്ന സപ്പോർട്ട്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരും ശ്രദ്ധിക്കുന്നത്, നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റി എന്ന് ബൗൺസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 23,340 നമ്മൾ നൽകിയിരുന്ന റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് നിഫ്റ്റി എക്സാക്ട് ആയിട്ടുള്ള ഒരു ഫാൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻ കേസ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തവർക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ സാധിക്കും. ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തവർക്ക് എക്സാക്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ സാധിക്കും. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തവർക്ക് എക്സാക്ട് സപ്പോർട്ടിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് സാധിക്കും. നിഫ്റ്റിയുടെ ഇത്ര ലെവലിൽ മാനേജ് ചെയ്തുകൊണ്ട് എക്സാക്ട് ലെറ്ററിലെ നിലയിലൊക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം, ഫിൻ നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് ശ്രദ്ധിക്കുക. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് നോക്കുക, 49,830 ഇന്ന് വന്നിരിക്കുന്ന ലോ ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുന്നത് 49,830 എന്നാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് നൽകിയത് 50,440 ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഹൈ ശ്രദ്ധിക്കുക, 50,440. ഇപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴും ട്രെൻഡ് മാനേജ് ചെയ്യുമ്പോഴായാലും മാർക്കറ്റിൽ എന്ത് ന്യൂസ് വന്നാലും എന്ത് പോളിസി വന്നാലും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ചാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാനേജ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഇന്ന് നൽകിയിരുന്നത് 50,445 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് ഇന്ന് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്തിരുന്നത്. 50,445 താഴെ സപ്പോർട്ട്, 50,300 തൊട്ട് താഴെയാണ് 50,285 സപ്പോർട്ട്. ഇപ്പോൾ 285 ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് ആണ്. ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ 50,285 ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിന്റെ ഉള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 50,445 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 50,650, 50,900. ഈ രണ്ട് റെസിസ്റ്റൻസിലാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിലും പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്. 155 കൂടി ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് ആണ്. 49,830 ലോവർ ലെവല് സ്ട്രോങ് സപ്പോർട്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 49,830 ബ്രേക്ക് ചെയ്താൽ 730 ടെസ്റ്റ് ചെയ്യും. അതിന് താഴെയുള്ള ഒരു സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കാം, റൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ ഏതാണ് റൈറ്റ് സപ്പോർട്ട്? ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇന്നത്തെ ലോ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആക്ട് ചെയ്യും. 22,680 സ്ട്രോങ് സപ്പോർട്ടാണ്. 650 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് 650 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതായിരിക്കണം സ്റ്റോപ്പ് ലോസ്. 650 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്. 650 സപ്പോർട്ട് ഉണ്ടെങ്കിലും ക്വിക്കായിട്ട് ബ്രേക്ക് ചെയ്യാൻ ഒരു സാധ്യത കൂടുതലാണ്. ഇതിന്റെ ഒരു താഴെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ നോക്കുക. കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,850 മുകളിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. 850 താഴെ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 960, 990 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ചെയ്യുന്നതിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. 960 മുകളിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ബൈർ ഓപ്പർച്യൂണിറ്റി 990 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 23,55 റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം 23,115 റെസിസ്റ്റൻസ് ആണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് എക്സാക്ട് ആയിട്ട് വർക്ക് ചെയ്യും. മാർക്കറ്റ് വലിയ നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.